ഈ ഒരു വീഡിയോ കണ്ടില്ലേ, ഇത് കഴിഞ്ഞ ദിവസം ഹർത്താലിന് പാർട്ടിക്കാർ, അതായത് ഹർത്താൽ അനുകൂലികൾ ഓഫീസ് തുറന്നുമായി ബന്ധപ്പെട്ട്, അതായത് സർക്കാർ ഓഫീസാണ് തോന്നുന്നു, ആ ഓഫീസ് തുറന്നുമായി ബന്ധപ്പെട്ട് അടപ്പിക്കാൻ പോയപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുന്ന, അവരോട് ദേഷ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഇത് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വീഡിയോ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പേര് 3-4 പേര് ആ ഒരു ചെറുപ്പക്കാരോട്, ആ ഒരു ഉദ്യോഗസ്ഥനോട് വളരെ മോശമായ രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ, ആ വ്യക്തി വളരെ കൂളായിട്ടാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഒരാളെ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ നമ്മളോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്തുള്ള ആഫ്റ്റർ എഫക്റ്റ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് മറ്റൊരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്ന സാഹചര്യം. ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്നാവാം, ഓഫീസിൽ നിന്നാവും, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ചാവാം. മറ്റൊരാളുടെ ദേഷ്യം നമ്മളെയും ചിലപ്പോൾ അസ്വസ്ഥരാക്കും, ചിലപ്പോൾ തിരിച്ച് ദേഷ്യപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ അത്തരം സാഹചര്യങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യാനും ബന്ധങ്ങളെ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ടത്. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളോട് തിരിച്ച് ദേഷ്യപ്പെട്ടാൽ സാഹചര്യം കൂടുതൽ വഷളാവും. നിങ്ങളുടെ ശബ്ദം ഉയർത്താതെ ശാന്തമായി സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരഭാഷയും ശാന്തമായിരിക്കട്ടെ. ആഴത്തിൽ ശ്വാസമെടുക്കുന്നത് നിങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കും. ദേഷ്യപ്പെടുന്ന വ്യക്തിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ അവസരം നൽകുക. ഓർക്കുക, മറ്റൊരാളുടെ ദേഷ്യം പലപ്പോഴും നിങ്ങളോടുള്ള വ്യക്തിപരമായ ആക്രമണമല്ല, മറിച്ച് അവർക്ക് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടാവാം. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാതെ ശാന്തമായും സഹാനുഭൂതിയോടെയും പെരുമാറുന്നത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുകയും ബന്ധങ്ങളെ തകരാതെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ദേഷ്യത്തെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി കുടികൊള്ളുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് മുൻപ് കണ്ട വീഡിയോ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരമാവധി ഒഴിഞ്ഞുമാറി നിൽക്കുക. ഓർക്കുക, നമുക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്.